മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണ ഷെയറിൻ്റെ പേരാണ് സ്റ്റാർ ലൈൻ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്. ഇന്നത്തെ റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8.93 കേട്ടോ. സംഭവം 2011 ബിൽഡപ്പ് ചെയ്തൊരു കമ്പനിയാണ് സ്റ്റാർ ലൈൻ എൻ്റർപ്രൈസസ്. അവരുടെ ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മെറ്റൽ സ്റ്റോൺ ജ്വല്ലറി ട്രേഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് അവരെ ഗ്രാഫിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് മാക്സിമം ഷെയർ എത്തിയിരിക്കുന്നത് 27 രൂപയ്ക്കാണ്. മിനിമം വന്നിരിക്കുന്നത് 1 രൂപ വരെ വന്നിട്ടുണ്ട് കേട്ടോ. അതല്ലേ 2017 1 രൂപയായിരുന്നു, 2018 അത് 1.68 രൂപ, പിന്നെ 2019 2 രൂപ, പിന്നെ 2020 അത് 3 രൂപയായി, പിന്നെ 2021 അത് 6 രൂപയായി, 2022 അത് 15 ആയി, 2023 അത് 18 ആയി, 2024 18 പിന്നെ കുറഞ്ഞു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫ്ലക്ച്വേഷൻ ഇങ്ങനെ കയറിയിട്ട് ഒറ്റയടിക്ക് കുറഞ്ഞിരിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ പറയുക, ഇനിയും കുതിക്കാനാണ് സാധ്യത. ഒരു 6 മന്തിനുള്ളിൽ കുതിക്കാനാണ് സാധ്യത. 3 വർഷം മുമ്പ് അതിന് 13 രൂപയായിരുന്നു, 1 വർഷം മുമ്പ് അതിന് 18 രൂപ, 3 വർഷം മുമ്പ് 15 രൂപ. മാക്സിമം അത് എത്തിയിരിക്കുന്നത് 27 രൂപയാണ് മാക്സിമം എത്തിയിരിക്കുന്നത്. 5 വർഷം മുമ്പ് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ, മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 രൂപ. 10 വർഷം മുമ്പ് അതിൻ്റെ മാക്സിമം വന്നിരിക്കുന്നത് 27 രൂപ, മിനിമം വന്നിരിക്കുന്നത് 0.98. നമുക്ക് മാക്സിമം എത്രയാണ് നോക്കി നോക്കാം. മാക്സിമം വന്നിരിക്കുന്നത് 27 രൂപ വരുന്നവരാണ് പറഞ്ഞിരിക്കാൻ. സംഭവം ഇത് 27 രൂപ വന്നിട്ടുണ്ട് കേട്ടോ, വരുന്നല്ല, വന്നിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 രൂപ 90 പൈസയിലിരിക്കുക. അപ്പോൾ മച്ചന്മാരെ ഇതൊരു റൈറ്റ് ടൈമിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയറാണ് ഇട്ടത്. എന്താ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു മിനിമം റേറ്റിലാണ് നിൽക്കണം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ഡബിൾ എന്തായാലും കിട്ടും, അത് കൺഫേം ആണ്. ഒരു 6 മാസത്തോളം കീപ്പ് ചെയ്താൽ മതി, അധിക നാളൊന്നും കീപ്പ് ചെയ്യേണ്ട വരില്ല. 6 മാസത്തോളം തന്നെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടതിൻ്റെ ഡബിൾ തിരിച്ചെടുക്കാൻ പറ്റും. ഇതൊരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാട്ടതിൽ അവർ വെരിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഷെയറിൽ പൈസ ഇടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഷെയറിലൊരു ഷെയറാണ് പെനി സ്റ്റോക്ക്. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ നന്നായി മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.